ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി നടപ്പിലാക്കിയത് മുതൽ നാം കേട്ടുവരുന്ന ഒരു വാർത്തയാണ് നമ്മളുടെ ഒരു റഫാൽ പോർ വിമാനം നഷ്ടമായെന്നത്. പാകിസ്ഥാനി സോഷ്യൽ മീഡിയയിൽ പഹൽഗാം തീവ്രവാദം നടന്നതു മുതൽ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ വ്യാജ വാർത്തകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ 5 പോർ വിമാനങ്ങൾ JF-17 കൊണ്ട് തകർത്തു എന്നതും പൈലറ്റുമാരെ ബന്ദിയാക്കി എന്നതുമൊക്കെ. സംയുക്ത സേനയുടെ പ്രസ് മീറ്റിൽ ഈ ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനോട് എയർ മാർഷൽ AK ഭാരതി പറഞ്ഞത്, നമ്മളിപ്പോഴും സ്ഥിതിഗതികളുടെ നടുവിലാണ്, പിന്നെ യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളുടെ ഭാഗമാണ് നഷ്ടങ്ങളും എന്നതാണ്. രാജ്യസുരക്ഷയുടെ ഭാഗമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പുറത്തുവിടുവാൻ സാധിക്കില്ല. അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന രീതിയാണ്. മറ്റൊരു ചോദ്യത്തിന് പാകിസ്ഥാന്റെ ഹൈടെക് ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്നും അദ്ദേഹം പറഞ്ഞു. ഹൈടെക് എന്നത് സൂചിപ്പിക്കുന്നത് F-16, JF-17, J-10C എന്നിവയിലേക്കാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ ഏകദേശം $288 മില്യൺ നൽകിയാണ് ഫ്രഞ്ച് കമ്പനിയായ ഡെസോർട്ട് ഏവിയേഷന്റെ പക്കൽ നിന്നും റഫാൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നത്. സാങ്കേതികമായി വളരെ മികച്ച ലോകത്തെ എണ്ണം പറഞ്ഞ ഫൈറ്റർ ജെറ്റുകൾ ഒന്നാണ് റഫാൽ. ഇന്ത്യ എന്തിനു വേണ്ടിയാണ് ഈ ഫൈറ്റർ ജെറ്റ് വാങ്ങുന്നത്? കാരണം പാകിസ്ഥാൻ, ചൈന പോലുള്ള രാജ്യങ്ങൾ തന്നെ. ഇവിടെ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രിസിഷൻ സ്ട്രൈക്കിൽ ഒന്നുപോലും ലക്ഷ്യം തെറ്റാതെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. റഫാൽ പോലുള്ള പോർ വിമാനങ്ങളുടെ മികവ് തന്നെയാണ് ഇതിന് കാരണം. ഇതിൽ ഇന്ത്യയിൽ നിരന്തരമായി ഭീകരാക്രമണങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ നടത്താൻ പദ്ധതിയിട്ടിരുന്ന അനേകം ഭീകരർ മരണപ്പെട്ടിരിക്കുന്നു. ഇത് പാക് ഭരണകൂടം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതായത് നാം എന്തിനു വേണ്ടിയാണോ ഈ പോർ വിമാനങ്ങൾ വാങ്ങിയത്, അത് അതിന്റെ ധർമ്മം നടത്തിയിരിക്കുന്നു. യുദ്ധം പോലുള്ള സങ്കീർണത നിറഞ്ഞ ഘട്ടങ്ങളിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. ശത്രുവും നമ്മുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. അവരുടെ ആക്രമണങ്ങളും ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. പെഹൽഗാം ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് പകരം ചോദിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീവ്രവാദ ക്യാമ്പുകളും പാക് മിലിറ്ററി ബേസുകളും തകർത്ത് നാം അതിന് പകരം വീട്ടിയിരിക്കുന്നു. ആ ലക്ഷ്യം മാത്രമാണ് രാജ്യത്തിന് വലുത്. പഹൽഗാമിൽ വീണ്ട നമ്മുടെ സഹോദരിമാരുടെ കണ്ണുനീരിന് പകരം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടവും നമ്മുടെ രാജ്യത്തിന് വലുതല്ല. ആ ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അത് സാധിച്ചു കഴിഞ്ഞു. ഇന്ത്യ ഇന്ന് ലോകത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. ഒരു റഫാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് രാജ്യത്തിന് ഇന്നത്തെ അവസ്ഥയിൽ ഒട്ടും ബാധിക്കില്ല. ലോകത്തെ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. മറുഭാഗത്ത് ഒട്ടുമിക്ക ബേസുകളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും നശിച്ച പാകിസ്ഥാന് ദശലക്ഷക്കണക്കിന് ഡോളർ വേണ്ടിവരും ഇതൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കാൻ. എങ്ങനെ നോക്കുമ്പോഴും ഇന്ത്യക്ക് ഈ ഓപ്പറേഷൻ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ശക്തിയും ആയുധങ്ങളുടെ ശേഷിയും അഡ്മിനിസ്ട്രേറ്റീവ് മികവും ലോകത്തിന് തുറന്നു കാട്ടുന്ന ഒരു അഭിമാന മിഷനായി ഓപ്പറേഷൻ സിന്ദൂർ മാറിക്കഴിഞ്ഞു. ജയ് ഹിന്ദ്.